വെമ്പായം ബാർലെ സംഘർഷത്തിൽ തീയിട്ട യുവാവും മരിച്ചു. പോത്തൻകോട് നന്നാട്ടുകാവ് മുണ്ടക്കൽ ഹൗസിൽ അനീഷാണ് മരിച്ചത്. തീവെപ്പിൽ 80% മുകളിൽ പൊള്ളലേറ്റ ഇയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അഞ്ചു ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അഞ്ചു, എന്തായാലും ഈ സംഭവത്തിൽ അന്ന് പൊള്ളലേറ്റ നവാസ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ഇപ്പോൾ അനീഷും മരണപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമായിരുന്നു ഈ വെമ്പായത്തുള്ള ശ്രീവത്സം ബാറിൽ ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. അവിടെ ഒരു രണ്ട് ഗ്രൂപ്പായിട്ട് ആളുകൾ ഇരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ ഈ അനീഷും നവാസ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം മരിച്ചയാളാണ്. ഇയാളും ഇന്ന് മരിച്ച അനീഷും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു. തുടർന്ന് അനീഷിന്റെ മുഖത്തേക്ക് ഈ നവാസ് അടിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ദേഷ്യപ്പെട്ടാണ് അനീഷ് പുറത്തു പോയി പെട്രോൾ വാങ്ങി കൊണ്ടുവന്നതിന് ശേഷം ഈ നവാസിനൊപ്പം ഉണ്ടായിരുന്ന 4 പേർ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തുടർന്ന് തീയിടുകയും ചെയ്യും. പക്ഷേ ഈ സമയത്ത് അനീഷിന്റെ ദേഹത്തേക്കും പെട്രോൾ വീണു. അങ്ങനെയാണ് അനീഷിനും ഗുരുതരമായി പൊള്ളലേറ്റത്. തുടർന്ന് ഇവരെ 6 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചത്. അനീഷിനെതിരെ പോലീസ് കേസ് എടുക്കുകയും ചെയ്തു. വെമ്പായം പോലീസ് കേസ് എടുക്കുകയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നവാസ് മരിച്ചത്. ഇന്നാണ് അനീഷിന്റെ മരണം സ്ഥിരീകരിച്ചത്. ഗുരുതരമായ പരിക്കേറ്റത് അനീഷിന് തന്നെയായിരുന്നു. അനീഷ് അന്നു മുതൽ തന്നെ വെന്റിലേറ്ററിലായിരുന്നു ചികിത്സ തേടിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇന്ന് അനീഷിന്റെ മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിലുള്ള 4 പേരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് വലിയ പരിക്കുകളുള്ളത് ഇനി ഒരാൾക്ക് കൂടിയാണ് ഗുരുതരമായി പൊള്ളലേറ്റിരിക്കുന്നത്. ബാക്കി 3 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ബാറിലുണ്ടായ ഒരു സംഘർഷമാണ്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവരെല്ലാം പല ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വാക്കുതർക്കങ്ങളും വഴക്കുകളും എല്ലാം ഇവർ തമ്മിലുണ്ടായിരുന്നു. അതിനെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിൽ ബാറിൽ വെച്ച് പരസ്പരം കണ്ടപ്പോൾ ഒരു സംഘർഷം ഉണ്ടാവുകയും തുടർന്ന് അനീഷ് തന്നെ പുറത്തു പോയി പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അകത്ത് ഇവർക്ക് നേരെ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയതെന്നുമാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അനീഷും നവാസിന്റെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഉമ.